BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. കെ പുരുഷോത്തമൻ ആൻഡ് സൺസ് ഗോൾഡൻ ജുവലറി, ടെലിഫോൺ എക്സ്ചേഞ്ച് ജംഗ്ഷൻ, തൊടുപുഴ. പറയഞ്ചാലിൽ ജ്വല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. ഫോൺ 222401. ഡിസയർ കലരിക്കൽ ബസാർ നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, തൊടുപുഴ. സ്പെൻഡെക്സ് ഇൻഡസ്ട്രീസ് ഡിസൈനർ ടൈൽസ് നിയർ കണിയാമൊഴി ബ്രിഡ്ജ്, കാഞ്ഞിരമറ്റം, തൊടുപുഴ. KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. KG's ജ്വല്ലറി, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. റോയൽ ദി കംപ്ലീറ്റ് ഫാമിലി ഷോപ്പിംഗ് നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, തൊടുപുഴ. Hedge Wealth Management Services. Mr. Butler Soda Maker. Add happiness to water. പേര് പോലെ തന്നെ ലോൺ ദാന്ന് പറയുമ്പോഴേക്കും കിട്ടും. IDCB വനിത ഈസി ലോൺ, വനിതകൾക്ക് മാത്രമുള്ള വായ്പാ പദ്ധതി. ഈ ക്ലാസിക്കുകളൊക്കെയും ഒരുമിക്കുന്നു കല്യാൺ സിൽക്സിൽ. കല്യാൺ സിൽക്സ് കോട്ടൺ ക്ലാസിക്സ്. ഡോക്ടർ സാർ, കേട്ടല്ലോ കുഷ്ഠത്തിന് ചികിത്സ സാധ്യമാണെന്ന്. പക്ഷെ ഇതിന്റെ ലക്ഷണമെന്താ? നേർത്തതോ ചുവന്നതോ ചെമ്പ് നിറത്തിലുള്ളതോ ആയ മരവിപ്പ്, പാട്, തടിപ്പ്. MDT കുഷ്ഠത്തിന്റെ സുനിശ്ചിത ചികിത്സയാണ്. തുടക്കത്തിലെ പൂർണ്ണ ചികിത്സ ചെയ്യിച്ചാൽ വികലാംഗതയിൽ നിന്ന് രക്ഷപ്പെടാം. ഇതിന്റെ ചികിത്സ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ സൗജന്യമായി ലഭ്യമാണ്. 200 രൂപയുടെ മഹാമേള, ഏതെടുത്താലും 200 രൂപ മാത്രം. പഴയ പുളിമൂട്ടിൽ സിൽക്ക് ഹൌസ് ബിൽഡിംഗ്, ഗാന്ധി സ്ക്വയർ, തൊടുപുഴ. Materials, sarees, designing, stitching, ladies ranges in all categories. Gayatri Designs, തൊടുപുഴ. നമസ്കാരം, BBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇടുക്കി ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ സീതാലയം കുടുംബസംഗമവും സെമിനാർ നടത്തി. PJ ജോസഫ് MLA പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ പാലാ റോഡിൽ നടുക്കണ്ടം ജംഗ്ഷന് സമീപത്ത് വർഷങ്ങളായി നിന്നിരുന്ന മരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചുമാറ്റിയതിനെതിരെ നാട്ടുകാർ പരാതിയുമായി രംഗത്ത്. ഇടവെട്ടിയിൽ രാത്രികാലങ്ങളിൽ മോഷ്ടാക്കളുടെ ശല്യം വർദ്ധിച്ചതായി പരാതി. കഴിഞ്ഞ കുറെ നാളുകളായി ഇടവെട്ടിയിൽ രാത്രികാലങ്ങളിൽ മോഷ്ടാക്കൾ വീടുകളിൽ കയറി മോഷണം നടത്തുന്നത് പതിവായിട്ടുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. പന്നിമറ്റം സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ പരിശുദ്ധ ലൂർദ് മാതാവിന്റെ നാമത്തിൽ പണി കഴിപ്പിച്ച ഗ്രോട്ടോയുടെ വെഞ്ചരിപ്പും തിരുനാൾ നടന്നു. ഗ്രോട്ടോയുടെ വെഞ്ചരിപ്പ് കർമ്മം കോതമംഗലം രൂപതാ മെത്രാൻ മാർ ജോർജ് മടത്തിക്കണ്ടം നിർവഹിച്ചു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. വാർത്തകൾ വിശദമായി. ഇടുക്കി ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ സീതാലയം കുടുംബസംഗമവും സെമിനാർ നടത്തി. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മി പോൾ അധ്യക്ഷത വഹിച്ചു. PJ ജോസഫ് MLA പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രണ്ട് മേഖലകളിലാണ് അവർ ശ്രദ്ധിക്കുന്നതെന്ന് പറയുകയുണ്ടായി. ഒന്ന് വന്ധ്യതാ നിവാരണ ക്ലിനിക്ക്, മറ്റൊന്ന് ലഹരി വിമുക്ത ചികിത്സാ ക്ലിനിക്ക്. അതിന്റെ പ്രയോജനം സിദ്ധിച്ചവർ, അനുഭവിച്ചവരാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് ഈ നോട്ടീസിൽ കാണുന്നു. പൂർണ്ണമായും ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഈ ലഹരി വിമുക്തരായിട്ടുള്ളവരാണ് വന്ധ്യതാ നിവാരണ ക്ലിനിക്ക്. തീർച്ചയായിട്ടും എൻ്റെ പ്രയോജനം സിദ്ധിച്ചവർ ധാരാളം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. ഈ ജില്ലാ ആശുപത്രിയുടെ നേതൃത്വത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്നതെന്ന് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം ഇവിടെ പരിപാടി ഉണ്ടായിരുന്നു. ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ ഇനി നന്നായി നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞാൻ ഈ നട്ടുച്ച സമയത്ത് ദീർഘമായ പ്രസംഗത്തിന് മുതിരുന്നില്ല. ഇനിയും ക്ലാസ്സുകൾ നടന്നു, ഇനിയും ക്ലാസ്സുകളുണ്ട്. അതെല്ലാം പങ്കെടുത്തുകൊണ്ട് ഈ സെമിനാർ വലിയ വിജയമാക്കി തീർക്കണമെന്ന് ഈ അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. സീതാലയം കൺവീനർ ഡോക്ടർ KN ആശാമോൾ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം മാത്യു ജോൺ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അന്നമ്മ ചെറിയാൻ, ഗ്രാമപഞ്ചായത്ത് അംഗം TK മോഹനൻ, സാമൂഹിക നീതി വകുപ്പ് ജില്ലാ ഓഫീസർ സോഫിയ ജേക്കബ്, മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ രേഖ ശ്രീധർ, ഡോക്ടർ റോസലിൻ, HMC മെമ്പർമാരായ KT അഗസ്റ്റിൻ,
ടോമി ജോർജ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസർ EN രാജു സ്വാഗതം പറഞ്ഞു. ജനമൈത്രി പോലീസ് കൌൺസിലർ CK മകേഷ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ മായാറാണി സേനൻ എന്നിവർ വിവിധ വിഷയങ്ങളിൽ സെമിനാർ നയിച്ചു. BJP മഹിളാ മോർച്ച നേതൃത്വം നൽകുന്ന ചിതാഭസ്മ നിമജ്ജന യാത്രയ്ക്ക് ഫെബ്രുവരി 28-ന് തൊടുപുഴയിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തുടർന്ന് നടക്കുന്ന യോഗത്തിൽ മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് KR സ്മിത അധ്യക്ഷത വഹിക്കും. BJP സംസ്ഥാന സെക്രട്ടറി AK നസീർ യോഗം ഉദ്ഘാടനം ചെയ്യും. പാലക്കാട് ജില്ലയിൽ കഞ്ചിക്കോട്ട് ചടയൻകാലയിൽ വീടിന് തീവെച്ച് വിമലാദേവി അടക്കം ഒരു കുടുംബത്തെ ചുട്ടരിച്ച് കൊലപ്പെടുത്തിയ മാർക്സിസ്റ്റ് നരാധവന്മാരുടെ പൈശാചികമായ കൊടും ക്രൂരതയ്ക്കെതിരെ ജനമനസാക്ഷിയെ ഉണർത്തുക എന്നതാണ് ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാർക്സിസ്റ്റ് ക്രൂരതയ്ക്കെതിരെ മാതൃവിലാപം എന്ന പേരിൽ വിമലാദേവിയുടെ ചിതാഭസ്മം വഹിച്ചുകൊണ്ടുള്ള നിമഞ്ജന യാത്ര ഫെബ്രുവരി 26-ന് പാലക്കാട്ട് നിന്ന് ആരംഭിച്ച് 27, 28 മാർച്ച് 1, 2, 3 തീയതികളിൽ സംസ്ഥാനത്തെ 2 മേഖലകളിലൂടെ സഞ്ചരിച്ച് മഞ്ചേശ്വരത്തും തിരുവനന്തപുരത്തും നിമഞ്ജനം നടത്തി സമാപിക്കും. മാർക്സിസ്റ്റ് ക്രൂരതയ്ക്കെതിരെ മാതൃവിലാപം എന്ന പേരിൽ വിമലാദേവിയുടെ ചിതാഭസ്മം വഹിച്ചുകൊണ്ട് നീങ്ങുന്ന യാത്ര ഫെബ്രുവരി 26-നാണ് പാലക്കാട് നിന്ന് ആരംഭിക്കുന്നത്. 27, 28 മാർച്ച് 1, 2, 3 തീയതികളിൽ സംസ്ഥാനത്തെ 2 മേഖലകളിലൂടെ സഞ്ചരിച്ച് മഞ്ചേശ്വരത്തും തിരുവനന്തപുരത്തും നിമജ്ജനം നടത്തി സമാപിക്കുന്നതാണ് ഈ യാത്ര. തൊടുപുഴയിൽ ഫെബ്രുവരി 28-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് മുനിസിപ്പൽ മൈതാനിയിൽ എത്തിച്ചേരുന്ന യാത്രയ്ക്ക് സ്വീകരണം നൽകും. തുടർന്ന് നടക്കുന്ന യോഗത്തിൽ മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് സ്മിത KR അധ്യക്ഷത വഹിക്കും. യോഗം BJP സംസ്ഥാന സെക്രട്ടറി AK നസീർ ഉദ്ഘാടനം ചെയ്യും. ജാഥ ലീഡർ മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് രേണു സുരേഷ്, മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ തുടങ്ങിയ നേതാക്കൾ പ്രസംഗിക്കും. വാർത്താ സമ്മേളനത്തിൽ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് PM വേലായുധൻ, ജില്ലാ ജനറൽ സെക്രട്ടറി KS അജി, മഹിളാ മോർച്ച നേതാക്കളായ സ്മിത KR, ബിന്ദു സാനു, രേണുക രാജശേഖരൻ, ബിന്ദു സജി തുടങ്ങിയവർ പങ്കെടുത്തു. തൊടുപുഴ പാലാ റോഡിൽ നടുക്കണ്ടം ജംഗ്ഷന് സമീപത്ത് വർഷങ്ങളായി നിന്നിരുന്ന മരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റിയതിനെതിരെ നാട്ടുകാർ പരാതിയുമായി രംഗത്ത്. വർഷങ്ങളായി നാട്ടുകാർക്കും യാത്രക്കാർക്കും തണലും ആശ്വാസവുമായിരുന്ന മരം മുറിച്ചത് സ്വകാര്യ വ്യക്തികളുടെ താൽപര്യപ്രകാരമാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. തൊടുപുഴ പാലാ റോഡിൽ നടുക്കണ്ടം ജംഗ്ഷന് സമീപത്തായി വഴിയാത്രക്കാർക്കും നാട്ടുകാർക്കും തണലായി നിന്നിരുന്ന, നാട്ടുകാർ സ്നേഹത്തോടെ അമ്മച്ചിമരമെന്ന് വിശേഷിപ്പിച്ചിരുന്ന വാഗമരം സ്വകാര്യ വ്യക്തികളുടെ താൽപര്യത്തിനായി മുറിച്ചതായി നാട്ടുകാർ പറയുന്നു. ഏകദേശം 40 വർഷത്തിലേറെ പ്രായമുള്ള ഈ വാഗമരം വഴിയാത്രക്കാർക്കും നാട്ടുകാർക്കും വലിയ ആശ്വാസമായിരുന്നു. ദീർഘദൂര യാത്രക്കാർ ഈ മരത്തിന് ചൂട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുകയും വിശ്രമിക്കുകയും ചെയ്ത ശേഷം യാത്ര തുടരുമെന്ന് നാട്ടുകാർ പറയുന്നു. ഞങ്ങൾ ഇവിടെ താമസം തുടങ്ങിയ കാലം തൊട്ട് ഞങ്ങൾ താലോലിച്ച് വളർത്തിക്കൊണ്ടുവന്ന് ഒത്തിരി ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് പൊയ്ക്കൊണ്ടുവരുന്നൊരു നല്ലൊരു മരമാണ്. ഞങ്ങളുടെ വ്യക്തി താല്പര്യമല്ല ഇത്, ജനങ്ങൾക്ക് വളരെ ഉപകാരം ഉണ്ടായിരുന്ന ഒരു വൃക്ഷമാണ്. അതിനെ ഇങ്ങനെ നശിപ്പിച്ച് കളഞ്ഞത് ഞങ്ങൾക്ക് വളരെ ദുഃഖമുണ്ട്. നാട്ടുകാർക്കും എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു മരം നശിപ്പിക്കുന്നതിന് വലിയ കഷ്ടമുണ്ട്. 10 വണ്ടിയെങ്കിലും ഇതിൻ്റെ കീഴെ വന്നിരുന്ന് ടൂറിസ്റ്റുകൾ ബസ്സായും കാറായും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ഈ കനാല് നോക്കി കാണുകയും ഭയങ്കര ഉപകാരപ്രദമായ ഒരു ജംഗ്ഷനുമായിരുന്നു, ഒരു മരമായിരുന്നു. മലങ്കര കൂത്താട്ടോളം കനാൽ പോകുന്ന MVIPയുടെ സ്ഥലത്താണ് മരം നിന്നിരുന്നത്. രാവിലെ മരത്തിന്റെ ശിഖരം മുറിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ആര് പറഞ്ഞിട്ടാണ് മരം മുറിക്കുന്നതെന്ന് മരം മുറിക്കാൻ വന്നവരോട് അന്വേഷിച്ചിരുന്നു. റോഡ് നിർമ്മാണത്തിന് കോൺട്രാക്ട് എടുത്തിരിക്കുന്ന EKK കമ്പനിയുടെ മാനേജർ പറഞ്ഞത് പ്രകാരമാണ് മരം മുറിക്കുന്നതെന്നാണ് ഇവർ പറഞ്ഞത്. ഇതിൽ സംശയം തോന്നിയ നാട്ടുകാർ പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് എത്തി മരം മുറിക്കുന്നതിനുള്ള പാസ് കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പാസ് ഇല്ലാത്തതിനാൽ മരം മുറിക്കുന്നത് പോലീസ് നിർത്തിവെപ്പിക്കുകയായിരുന്നു. എന്നാൽ മരത്തിന് ചുവട്ടിലിരിക്കുന്ന ചെറിയ തട്ടുകടയുടെ സുഗമമായ പ്രവർത്തനത്തിന് വേണ്ടിയാണ് ഈ മരം മുറിച്ചതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇത് ഞങ്ങളുടെ തൊടുപുഴക്കാരുടെ അമ്മച്ചിപ്ലാവായിട്ട് കണക്കാക്കുന്ന വൃക്ഷമാണ്. ഞങ്ങൾ 40-40 വർഷമായിട്ട് ഇതിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ പരിസരം. പക്ഷേ ഇന്നിപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഓടി വന്ന ആരോ മുറിക്കുന്ന കണ്ടു. പോലീസിൽ വിവരം അറിയിച്ചു. അവർ വന്ന് ലോറി സഹിതം കൊണ്ടുപോയി. ചോദ്യം ചെയ്തപ്പോൾ അവരുടെ EKK-ക്കാരോ പറഞ്ഞിട്ടുണ്ട്, ശ്രീരാജൻ്റെ പേര് പറഞ്ഞു. അത് കഴിഞ്ഞ് പോലീസ് ഒന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ശ്രീരാജ് അല്ല, ഒരു മില്ലുകാരനാണ് പറഞ്ഞത്. മില്ലുകാരൻ്റെ ഉത്തരവ് പ്രകാരം ചെയ്യുന്നത്. പിന്നെ സംഭവിച്ച അക്ഷരാർത്ഥത്തിൽ ഇവിടെ ഒരു തട്ടുകടക്കാരൻ തട്ടുകട, ആ തട്ടുകട അനധികൃതമായ സ്ഥലത്ത്, ആ തട്ടുകടക്കാരനും
ഭാര്യയും ഒരു സെക്യൂരിറ്റിയും കൂടെ ഇക്കേക്കായിട്ട് ഒരു സെക്യൂരിറ്റിയും കൂടെ നിന്നുകൊണ്ടാണ് കൈ ചൂണ്ടിക്കാണിച്ച് കൊടുത്ത് ഈ പ്രശ്നം ഈ കമ്പ് മുറിപ്പിക്കുന്നുണ്ട്. ഞാൻ തന്നെ ഇരുന്ന് കാണുകയാണ് അവരുടെയൊക്കെ താല്പര്യപ്രകാരം. ഇപ്പോൾ അവിടെ നിന്ന് നോക്കി തട്ടുകടക്ക് നല്ല സൈറ്റായില്ലെന്ന് നോക്കി. അതാണ് അതിനകത്ത് ജനകീയ താല്പര്യം. മരത്തിന് ശേഖരം താഴ്ത്തടിയോട് ചേർത്താണ് മുറിച്ചിരിക്കുന്നതെന്നും ഇതുമൂലം ഏറെ താമസിയാതെ മരം ദ്രവിച്ച് മറിഞ്ഞു വീഴുമെന്നും വൻ അപകടമുണ്ടാകുമെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ഏതായാലും മനുഷ്യന്റെ സ്വാർത്ഥതയ്ക്ക് മുന്നിൽ ബലിയാടാകേണ്ടി വന്ന അമ്മച്ചി മരത്തിന്റെ ദുരവസ്ഥയ്ക്ക് മുന്നിൽ നിസ്സഹായരായി വേദനിക്കുകയാണ് നാട്ടുകാർ. ജില്ലയിലെ 60 കേന്ദ്രങ്ങളിൽ മാർച്ച് 4-ന് PSC പരീക്ഷ നടക്കുന്നതിനാൽ ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം പരിഗണിച്ച് മാർച്ച് 4-ന് ജില്ലയിൽ കേരള കോൺഗ്രസ് എം ആഹ്വാനം ചെയ്തിരിക്കുന്ന ഹർത്താൽ മാർച്ച് 6-ലേക്ക് മാറ്റിയതായി ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് അറിയിച്ചു. ഇടവെട്ടിയിൽ രാത്രികാലങ്ങളിൽ മോഷ്ടാക്കളുടെ ശല്യം വർദ്ധിച്ചതായി പരാതി. കഴിഞ്ഞ കുറേ നാളുകളായും ഇടവെട്ടിയിൽ രാത്രികാലങ്ങളിൽ മോഷ്ടാക്കൾ വീടുകൾ കയറി മോഷണം നടത്തുന്നത് പതിവായിട്ടുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ജനൽ തുറന്നിട്ട് വീടിനുള്ളിൽ കിടക്കുകയായിരുന്ന ആളുടെ കയ്യിലെ വള ഊരിയെടുക്കാൻ ശ്രമം നടത്തിയിരുന്നതായും മറ്റൊരു വീട്ടിലെ സ്ത്രീയുടെ മാല ഊരിയെടുക്കാൻ ശ്രമിച്ചതായും നാട്ടുകാർ പറഞ്ഞു. രാത്രി കാൽപ്പെരുമാറ്റം കേട്ട് എന്നതാണെന്നറിയാൻ നോക്കിയപ്പോൾ ജനലിൻ്റെ അവിടെ ആള് നിൽക്കുക. അപ്പം ജനലിൻ്റെ ആള് നിൽക്കുന്ന കണ്ടപ്പോൾ ആരാണെന്ന് ചോദിച്ച് നമ്മൾ എഴുന്നേറ്റ് നിന്നു. ഇന്നത്തേന് ഇവൻ ആള് സ്ഥലത്തേക്ക് ഇരുന്നു. ഇരുന്ന് കഴിഞ്ഞ് പിന്നെ നമ്മൾ ലൈറ്റെല്ലാം ഇട്ടിരിക്കുകയായിരുന്നു ഓൾറെഡി. അപ്പം നോക്കിയപ്പോഴത്തേന് പിന്നെ കണ്ടില്ല. ഇതിനപ്പുറത്ത് 2 വീടിനപ്പുറത്ത് 3-4 വീടുകളിൽ ഇതുപോലെ കയറി. അപ്പം അത് കഴിഞ്ഞ് വെച്ചാൽ ഇന്നിപ്പോൾ ഈ സംഭവം ഉണ്ടായത്. പോലീസ് ഇത് അന്വേഷിക്കുകയും കാര്യങ്ങൾ നോക്കുകയും ചെയ്യേണ്ടതാണ്. രാത്രികാലങ്ങളിലാണ് ഇത് കൂടുതൽ. ചൂടുകൂടി ഉഷ്ണം വർദ്ധിച്ചതുമൂലം ജനൽ തുറന്നിട്ട് കിടക്കുന്നത് മനസ്സിലാക്കിയ കള്ളന്മാരാണ് ഇതിന് ശ്രമിച്ചതെന്ന് കരുതുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഇതേപോലെ 2 വീടുകളിൽ സമാന അനുഭവം ഉണ്ടായതായി വീട്ടുടമ പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഒരു 1 മണിക്കും 2 മണിക്കും ഇടയ്ക്കായിട്ട് നമ്മുടെ ബെഡ്റൂമിൻ്റെ സൈഡിൽ ജനലിലേക്ക് ഒരു സൗണ്ട് കേട്ട് ജനൽ തുറന്നിട്ടിരിക്കുമായിരുന്നു. ഒരു പാളി തുറന്നിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അവിടെ ഒരു സൗണ്ട് കേട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ ഒരാളങ്ങോട്ട് മാറും പോലെ തോന്നി. ഉടൻ തന്നെ ഞങ്ങൾ ലൈറ്റ് ഇടാതെ വീട്ടിൽ മറ്റെല്ലാം അറിയാതെ ഞങ്ങൾ ഫ്രണ്ട് വാതിൽ തുറന്ന് പുറത്തിറങ്ങി വന്ന അവനെ വന്നയാളെ ഇങ്ങനെ സംസാരിച്ച് ഒച്ച വെച്ചപ്പോൾ അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ നമുക്ക് അത്ര ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല ഇരുട്ടായതുകൊണ്ട്. അപ്പോൾ അവൻ്റെ പുറകിൽ ഞാൻ ഓടുകയും എൻ്റെ കയ്യിൽ ചെറിയൊരു ആയുധം ഉണ്ടായിരുന്നു വെച്ച് അവൻ്റെ കൈയുടെ ഓരത്തിൻ്റെയും മുട്ടിൻ്റെ ഇടയ്ക്കായിട്ട് ഇടത് കൈക്കിട്ട് ഒരു അടി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതിന് ശേഷം പുറകെ അതുകൊണ്ട് ഓടി അവൻ്റെ പുറകെ ഞാൻ തിരിച്ച് ഓടുകയും കള്ളനെന്ന് പറഞ്ഞ് വിളിച്ചു കൂട്ടി അയലങ്കാർ വരുന്ന സമയത്ത് അവൻ മെയിൻ ഗേറ്റിൻ്റെ അവിടെ എത്തിയതിന് ശേഷം അവനെ നേരിട്ട് കണ്ടതുപോലെ കണ്ടു. പക്ഷേ ഇരുട്ടായതിൻ്റെ ആളെ അത്ര ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും എൻ്റെ ആ അറിവ് വെച്ച് ഒരു 20-25 വയസ്സ് ഇടയ്ക്ക് പ്രായമുള്ള ആൾ കറുത്തതാണ്. ഒരാഴ്ചയായിട്ട് ഷേവ് ചെയ്യാത്ത ഫേസ്, ഒരു ലുങ്കിമുണ്ടാണ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് രാത്രികാലങ്ങളിൽ ജനൽ തുറന്നിട്ട് കിടക്കുന്നത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഈ പ്രദേശത്ത് പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കേരളത്തിലെ ക്രമസമാധാന തകർച്ചയ്ക്കെതിരെയും സ്ത്രീ സുരക്ഷ ഉറപ്പുവരുന്നതിൽ സർക്കാരിനുണ്ടായ ഗുരുതര വീഴ്ചയ്ക്കെതിരെയും PT തോമസ് MLA എറണാകുളം ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ 24 മണിക്കൂർ ഉപവാസം ആരംഭിച്ചു. KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. MLAമാരായ അൻവർ സാദത്ത്, ഹൈബി ഈഡൻ, ഡൊമിനിക് പ്രസന്റേഷൻ, ലോബി ലൂയിസ്, ഡീൻ കുര്യാക്കോസ്, DCC പ്രസിഡന്റ് PJ വിനോദ് എന്നിവർ പ്രസംഗിച്ചു. നാളെ രാവിലെ 9 നടക്കുന്ന സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കുടിവെള്ളം കിട്ടാക്കനിയായതോടെ എഞ്ചിനീയറിംഗ് കോളേജ് പൂട്ടി. ഹോസ്റ്റലിലും കോളേജിലും നാവു നനയ്ക്കാൻ പോലും വെള്ളമില്ലാതായതോടെയാണ് ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ് പൂട്ടാൻ അധികൃതർ തീരുമാനിച്ചത്. കുടിവെള്ളക്ഷാമം രൂക്ഷമായതിന്റെ നേർക്കാഴ്ചയാണ് ചരിത്രത്തിലാദ്യമായി ഇത്തരമൊരു നടപടിക്ക് കോളേജ് തയ്യാറായത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കുടിവെള്ളക്ഷാമത്തെ തുടർന്ന് ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ് അടച്ചിട്ടത്. ഒരാഴ്ചത്തേക്കാണ് കോളേജ് അടച്ചിടാൻ തീരുമാനിച്ചതെങ്കിലും കുടിവെള്ള പ്രശ്നത്തിൽ പരിഹാരം കണ്ടെത്താൻ അധികൃതർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 1300 വിദ്യാർത്ഥികളാണ് കോളേജിലുള്ളത്. സെമസ്റ്റർ പരീക്ഷ അടുത്തപ്പോൾ ആകസ്മികമായി എത്തിയ നടപടി വിദ്യാർത്ഥികൾക്കും ഇരട്ടടിയായി. 93 വിദ്യാർത്ഥികൾ താമസിക്കുന്ന ബോയ്സ് ഹോസ്റ്റലിൽ വെള്ളമില്ലാതായതോടെ 5 ദിവസം മുൻപ് വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിനെ തടഞ്ഞു വെച്ചിരുന്നു. എന്നാൽ വാട്ടർ അതോറിറ്റിയിൽ 4.5 ലക്ഷം രൂപ കുടിശ്ശികയുള്ളതിനാൽ വാട്ടർ അതോറിറ്റിയിൽ നിന്നും വെള്ളം ലഭിക്കാതായി. ഇതോടെയാണ് ഹോസ്റ്റലും കോളേജും പൂട്ടാൻ അധികൃതർ തയ്യാറായത്. കോളേജിന്റെ സ്വന്തം കുളത്തിലെ ജലമായിരുന്നു ഇതുവരെ ഉപയോഗിച്ചിരുന്നത്. കഴിഞ്ഞ വർഷം 2.5 ലക്ഷം ലിറ്റർ വെള്ളം ഇതേ സമയത്തുണ്ടായിരുന്ന കുളത്തിൽ ഇപ്പോൾ 10,000 ലിറ്റർ പോലും ഇല്ല എന്ന് ദൃശ്യങ്ങൾ തെളിയിക്കുന്നു. സമീപത്തെ നാട്ടുകാരും ഇത് സാക്ഷ്യപ്പെടുത്തുന്നു.
നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജ്, പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ വെള്ളമില്ലാത്തതിൻ്റെ പേരിൽ അടച്ചിട്ടിരിക്കുന്നു. ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇടുക്കിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. വരൾച്ച വളരെ ഗുരുതരമാണ്. വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇവർക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ട അടിയന്തര നടപടി ഉണ്ടാകുകയും കോളേജ് തുറന്ന് പ്രവർത്തിക്കാനും വേണ്ട അടിയന്തര നടപടിയാണ് ഉണ്ടാകേണ്ടത്. കാരണം പരീക്ഷയും മറ്റും നടക്കുന്ന സമയമാണ്. വളരെ കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജാണ്. അതുകൊണ്ട് കുടിവെള്ളത്തിന് ഏറ്റവും അടിയന്തര പ്രാധാന്യം കൊടുത്ത് കിട്ടുന്നതിന് വേണ്ട അടിയന്തര നടപടി ഉണ്ടാകണം. ഈ കുളത്തെ സംബന്ധിക്കുന്ന ഈ കുളത്തിൽ കഴിഞ്ഞ ഈ സമയത്ത് 2 ലക്ഷം ലിറ്റർ വെള്ളം അടിക്കാനുണ്ടായിരുന്നു. ഇപ്പം കണ്ടില്ലേ 10,000 ലിറ്ററേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാക്കി അടിയന്തരമായ ഒരു ഇടപെടലിലാണ് ഇതുണ്ടാകുന്നത്. ഈ അവസ്ഥയിലാണ് കോളേജ് അടച്ചിടാൻ അധികൃതർ നിർബന്ധരായത്. ഹൈറേഞ്ച് അടുത്ത കാലത്തൊന്നും അഭിമുഖീകരിക്കാത്ത ഭീകരതയാണ് ഇതോടെ വെളിപ്പെടുത്തുന്നത്. ഹൈറേഞ്ച് അടുത്ത കാലത്തൊന്നും അഭിമുഖീകരിക്കാത്ത ഭീകരതയാണ് ഇതോടെ വെളിവാകുന്നത്. പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. മൂവാറ്റുപുഴ ഡിവൈഎസ്പി PK ബിജുമോൻ സല്യൂട്ട് സ്വീകരിച്ചു. കലൂർക്കാട് CI PA തങ്കപ്പൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മെമ്പർ സെബാസ്റ്റ്യൻ പറമ്പിൽ, വാർഡ് മെമ്പർ കൊച്ചുത്രേസ്യ രാജൻ, സ്കൂൾ മാനേജർ മദർ ലൂസിറ്റ, പ്രിൻസിപ്പാൾ സിസ്റ്റർ ജ്യോതിഷ്, PTA പ്രസിഡന്റ് ടൈഗ്രിസ് ആന്റണി, SPC PTA പ്രസിഡന്റ് AM ഷാജഹാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഉത്തരവാദിത്വബോധവും സാമൂഹിക പ്രതിബദ്ധതയും സഹജീവി സ്നേഹവും പ്രകൃതി സ്നേഹവുമുള്ള ഉത്തമ പൗരനായി ജീവിക്കുമെന്നും പ്രഖ്യാപിത നിയമവ്യവസ്ഥയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ സത്യന്റെ നിലമാറ്റങ്ങളുടെയും നേതൃത്വത്തിൽ ശ്രീ വിജീഷ് പോൾ നയിക്കുന്ന ഒന്നാമത്തെ പ്ലറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥിക്ക്. പന്നിമറ്റം സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ പരിശുദ്ധ ലൂർദ് മാതാവിന്റെ നാമത്തിൽ പണി കഴിപ്പിച്ച ഗ്രോട്ടോയുടെ വെഞ്ചരിപ്പും തിരുനാൾ നടന്നു. ഗ്രോട്ടോയുടെ വെഞ്ചരിപ്പ് കർമ്മം കോതമംഗലം രൂപതാ മെത്രാൻ മാർ ജോർജ് മടത്തിക്കണ്ടം നിർവഹിച്ചു. സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി വികാരി ഫാദർ ജോൺ കടവൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജോർജ് പിച്ചാണിക്കുന്നേൽ തുടങ്ങിയവർ തിരുനാളിന് നേതൃത്വം നൽകി. വളരെ സന്തോഷമുള്ള ഒരു സുദിനമാണല്ലോ ഇന്ന്. നാം നാളെ കഴിഞ്ഞ് നോമ്പ് ആരംഭിക്കുന്നു. അതിനു മുമ്പായിട്ട് പരിശുദ്ധ അമ്മയുടെ ഈ ഗ്രോട്ടോ വെഞ്ചരിച്ച് ദൈവത്തിന് സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഇടവകയിൽ ഒത്തിരിയേറെ അനുഗ്രഹം ലഭിക്കുവാനുള്ള ഒരു സ്ഥലമായി തീരട്ടെ ഇത് എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് വികാരിച്ചനോട് പറഞ്ഞു, ചെറിയ ഗ്രോട്ടയുണ്ട്, വെഞ്ചരിക്കാൻ വരണമെന്ന്. ഞാനവിടെ ചെറുതായിരിക്കുന്നു ഓർത്തു. ഇവിടെ വന്നപ്പോൾ അത്രയും വലുതാന്ന് പറഞ്ഞത്. വളരെ നന്നായിരിക്കുന്നു. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും തന്നെ നമുക്ക് മാതാവിൻ്റെ സാന്നിധ്യം, സംരക്ഷണം അനുഭവിക്കുവാനായിട്ട് സാധിക്കും. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപകൻ ഭാരതകേസരി മന്നത്ത് പത്മനാഭന്റെ 47ാമത് സമാധി ദിനാചരണം തൊടുപുഴയിൽ നടന്നു. തൊടുപുഴ താലൂക്ക് NSS ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ NSS യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ആലോചിക്കുകയും
പരിശ്രമിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള എന്റെ ശ്രമങ്ങളിൽ ഇതര സമുദായങ്ങൾക്ക് ശോഭകരമായ യാതൊരു പ്രവർത്തിയും ചെയ്യുന്നതല്ല. ഈ സന്ദേശങ്ങളെ മുൻനിർത്തിയും ഉദ്ദേശ സാധ്യത്തിന് വേണ്ട ന്യായമായ രേഖകളോടുകൂടിയും ഞാൻ ജീവിച്ചുകൊള്ളാം. സത്യം. UAE എക്സ്ചേഞ്ച് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം പൂമാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. UAE സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് സ്കോളർഷിപ്പ് അവാർഡ് സമ്മാനിച്ചത്. സ്കൂളിലെ 5 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന 1ഉം 2ഉം സ്ഥാനത്തിന് അർഹരായ 12 കുട്ടികൾക്കാണ് സ്കോളർഷിപ്പ് നൽകിയത്. പഠന മികവിനുള്ള ബെസ്റ്റ് സ്റ്റുഡന്റ് സർട്ടിഫിക്കറ്റും സ്കോളർഷിപ്പ് തുകയും അടങ്ങുന്നതാണ് അവാർഡ്. UAE എക്സ്ചേഞ്ച് തൊടുപുഴ ബിസിനസ് ഹെഡ് എൽദോസ് പി ഉതുപ്പാൻ അവാർഡ് വിതരണം ചെയ്തു. ബെസ്റ്റ് സ്റ്റുഡന്റ് സർട്ടിഫിക്കറ്റുകൾ സ്കൂൾ പ്രിൻസിപ്പാൾ ജോയി വർഗീസ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ലളിത വിശ്വനാഥൻ, PTA പ്രസിഡന്റ് PG സുധാകരൻ, MPTA പ്രസിഡന്റ് ഷാൻഡി ബിജു തുടങ്ങിയവർ വിതരണം ചെയ്തു. സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് വി ഗീത അധ്യക്ഷത വഹിച്ചു. ഞങ്ങളുടെ കമ്പനിയുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി ഞങ്ങൾ നടത്തുന്ന ഒരു പദ്ധതിയിൽ UAE എക്സ്ചേഞ്ച് എന്ന കമ്പനിയെ പ്രതിനിധീകരിച്ചാണ് ഞാനിപ്പോൾ പങ്കെടുക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞത് വളരെ സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത് എന്ന് പറയാനുള്ള കാരണം, എന്നും ചെയ്യുന്ന പ്രവൃത്തിയേക്കാൾ വളരെയധികം ആത്മസന്തോഷവും മാനസികമായി സംതൃപ്തിയും തരുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഞങ്ങളുടെ കമ്പനിയുടെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി 100 സ്കൂളുകൾ സെലക്ട് ചെയ്ത് എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതിൻ്റെ ഭാഗമായാണ് ഈ സ്കൂളിൽ ഞങ്ങൾ വന്നിരിക്കുന്നത്, നമ്മൾ ചെയ്തത്. അതിൽ സെലക്റ്റഡ് ആയിട്ടുള്ള, അതായത് ഈ പ്രോഗ്രാം ഞങ്ങൾ അനൗൺസ് ചെയ്തു. ഈ സ്കൂളിൽ നിന്ന് അന്നത്തെ പ്രധാന അധ്യാപകർ, അതുപോലെ ഈ സ്കൂളിന്റെ അന്ന് ചുമതലയുണ്ടായിരുന്നവർ വളരെ താല്പര്യം എടുത്തുകൊണ്ടാണ് അവരെ പ്രോഗ്രാമിന് അപ്ലൈ ചെയ്തത്. അതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ ആപ്ലിക്കേഷനിൽ നിന്ന് ഏറ്റവും അർഹതയുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നിയ 100 സ്കൂളുകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അതിൽ നിന്ന് ഒരു സ്കൂളാണ് ഈ പൂമാല ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ഇടുക്കി ജില്ലാ ആസ്ഥാന വികസനത്തിന് കരുത്തു പകർന്ന് കൊലുമ്പൻ സ്മാരകം. തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയോരത്താണ് കൊലുമ്പൻ സ്മാരക നിർമ്മാണം പുരോഗമിക്കുന്നത്. ഇടുക്കി ആർച്ച് ഡാമിന്റെ വഴികാട്ടിയായ ചെമ്പൻ കൊലുമ്പന്റെ സ്മാരകമാണ് ജില്ലാ ആസ്ഥാനത്ത് ഉയരുന്നത്. സംസ്ഥാന പാതയിൽ പൈനാവിന് സമീപം വെള്ളപ്പാറയിലാണ് സ്മാരക മന്ദിരം ഉയരുന്നത്. കൊലുമ്പന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നവീന രീതിയിലുള്ള സ്മാരകം മോടി പിടിപ്പിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അനുവദിച്ച 72 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് സ്മാരകത്തിന്റെ നിർമ്മാണം. ജില്ലാ ആസ്ഥാനത്തിന്റെ വികസനത്തിന് തന്നെ ഈ സ്മാരക മന്ദിരം വഴിവെക്കുമെന്ന വിശ്വാസത്തിലാണ് നാട്ടുകാർ. വരും തലമുറയ്ക്ക് പഠിക്കുവാൻ ഉതകുന്ന ചരിത്രം പകരുക എന്ന നിയോഗമാണ് ഈ ചരിത്ര സ്മാരകത്തിനുള്ളത്. കൊലുമ്പന്റെ പ്രതിമ സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാകുന്നതോടെ സ്മാരകം പൊതുജനങ്ങൾക്ക് തുറന്നു നൽകും. ലോക ടൂറിസം മാപ്പിൽ ഇടുക്കിയെ ുള്ള ഒരു സാധ്യത കണ്ടെത്താനായിട്ട് സാഹചര്യം ഒരുക്കിയ ഗോത്രവർഗ ആദിവാസി തലവൻ കൊലുമ്പന്റെ സ്മാരകത്തിന് ആയിട്ട് ഗവൺമെന്റ് അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കൊലുമ്പൻ സ്മാരകത്തിന്റെ പണി പൂർത്തീകരണ ഘട്ടത്തിലാണ്. നമ്മൾ കൊലുമ്പൻ സ്മാരകത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ടൂറിസം രംഗത്ത് അനന്തമായ സാധ്യതകളുള്ള ഇടുക്കിയിൽ കടന്നുവരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭാവി തലമുറയ്ക്ക് ഇടുക്കി ഡാമിൻ്റെയും ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിൻ്റെയും കാരണക്കാരനായി അതിന് വഴികാട്ടിയായി മാറിയ കൊലുമ്പൻ്റെ സ്മാരകം തീർച്ചയായിട്ടും വരുന്ന തലമുറയ്ക്ക് ഏറ്റവും പ്രയോജനകരമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൊച്ചിയിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന തേജസ് ഫോട്ടോഗ്രാഫർ ഷിയാമി തൊടുപുഴയ്ക്ക് ഇടുക്കി പ്രസ് ക്ലബ്ബ് യാത്രയയപ്പ് നൽകി. പ്രസിഡന്റ് ഹാരിസ് മുഹമ്മദ് ഉപഹാരം സമ്മാനിച്ചു. സെക്രട്ടറി വിനോദ് കണ്ണോളി, ട്രഷറർ PT മധു, ജോയിന്റ് സെക്രട്ടറി അനീഷ് ടോം, വൈസ് പ്രസിഡന്റ് ജീവ് ടോം മാത്യു എന്നിവർ പ്രസംഗിച്ചു.
ഈ ഒരു സംഭവം ഇവിടെ പറയാനുള്ള ഒരു ചെറിയൊരു സാഹചര്യം കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഒരു പത്രപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ആണെന്നുള്ള ധാരണയല്ല. നമ്മളൊരു പത്രപ്രവർത്തകൻ്റെതായ ഒരു ഡിഗ്നി കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം നമ്മുടെ ആ ഒരു വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവരുമായി നല്ലൊരു ബന്ധം വേണം. അങ്ങനെ അല്ലാത്ത ചില സംഭവം അത് ഈ ഒരു അവസരത്തിൽ കൂടി പറയാൻ ഞാൻ ഉപയോഗിച്ചു എന്നുള്ളത് മാത്രം. ഒന്നാം ക്ലാസ്സിൽ ചേർത്ത സ്കൂളിൽ നിന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി പോകുന്ന ഒരു അവസ്ഥയാണ് എനിക്ക്. കാരണം എൻ്റെ ഒരു പ്രായത്തിലെ എല്ലാ സംഭവങ്ങളും കിട്ടിയത് ഇവിടെ തന്നെ ഈ ഇടുക്കി പ്രസ് ക്ലബ്ബിൽ നിന്നാണ്. അപ്പോൾ ആദ്യമായിട്ട് വരുമ്പോൾ ആരിസ്ക അന്നുമുണ്ട് ഇന്നുമുണ്ട് എന്നുമുണ്ട്. ഹുസൈൻ സാറ് അങ്ങനെ ആദ്യ കാലത്തുള്ള കുറേ പേര്, അതിനുശേഷം വന്ന ഒരുപാട് പേര് സ്റ്റഡി ചെയ്തു. പ്രത്യേകിച്ച് ഈ ന്യൂസ് ഫോട്ടോഗ്രാഫിയിൽ ശരിക്കും ഞാൻ ഒരുപാട് കണ്ടു പഠിച്ചിട്ടുള്ള ആൾ നമ്മളിപ്പോൾ രതീഷ് തന്നെയാണ് മാതൃഭൂമിയിലെ. അപ്പോൾ ഒരിക്കൽ മുല്ലപ്പെരിയാർ ഞാൻ വന്നത് എനിക്ക് ഇപ്പോഴും ഓർക്കണം. നല്ലൊരു മഴയുള്ള ദിവസമാണ് വന്ന അവിടെ തന്നെ ഓഫീസിൽ കയറി ഒപ്പിട്ടു. അപ്പം ഞാനവിടെ ഉണ്ട്, അവരെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ മഴയത്ത് അവൻ കുടയെടുത്ത് നേരെ പോയി ന്യൂ തിയേറ്ററിൻ്റെ അങ്ങോട്ട് പോകുന്ന വെള്ളക്കെട്ടിൻ്റെ പടം എടുത്തു. എന്നിട്ടാണ് തിരിച്ചു വന്നത്. അപ്പം ഞാൻ ആലോചിച്ചു, അപ്പോൾ ഈ സാധാരണക്കാർ പറഞ്ഞ പുത്തനച്ച് പലപ്പുറം നോക്കുമെന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണോ ഇനി രതീഷ് വന്നതിൻ്റെ ഒരു ഉത്സാഹമാണോ എന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നീട് ഞാൻ മനസ്സിലാക്കിയതുള്ള ഏറ്റവും എനിക്ക് അറിവ് തന്ന ഒരു ഫോട്ടോഗ്രാഫറും അവൻ തന്നെയാണ്. കാരണം മുല്ലപ്പെരിയാർ പോയപ്പോൾ ഒരു 136 അടി ആക്കണം എന്നൊരു ചർച്ച നടക്കുന്ന സമയത്ത് മുല്ലപ്പെരിയാറിൻ്റെ ഒരു സന്ദർശനത്തിന് വേണ്ടി പോയിരുന്നു. അപ്പം നേരത്തെ ഏതോ ഒരാൾ പുള്ളി മെയിൻ ആളാണ്. പുള്ളി ഇങ്ങനെ 136 എഴുതിയ ഒരു സ്റ്റെപ്പ് കയറി പോകുന്ന ഒരു പടം. അപ്പോൾ രതീഷ് ആ പടം ചാടിയെടുത്തു. ഞങ്ങൾ ബാക്കി എല്ലാ ഫോട്ടോഗ്രാഫേഴ്സും ഉണ്ടാക്കി കൊടുത്തു. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും അതൊരു എന്താണെന്നൊരു മനസ്സിലായില്ല. പിറ്റേന്ന് മാതൃഭൂമി വന്നപ്പോഴാണ് ആ 136 കാര്യം നിൽക്കുന്നതിൽ ആ പടവും അയാളുടെ ആ ഒരു സംഭവം. അപ്പോൾ ആ ന്യൂസ് ആംഗിൾ അങ്ങനെ ഒരു സംഭവങ്ങളുണ്ടായി. ആ സംഭവത്തെ ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ പോകുന്നതിന് മുമ്പ് ന്യൂസിനെ കുറിച്ച് പഠിക്കണം എന്ന് ഞാൻ മനസ്സിലാക്കിയത് ആ ഒറ്റ ഫോട്ടോയിൽ നിന്നാണ്. അറക്കുളം അമ്പലക്കുന്ന് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷിച്ചു. കരിക്കനാട്ടുകാവ് ശിവപാർവതി ക്ഷേത്രത്തിൽ നിന്നും താലപ്പൊലി ഘോഷയാത്ര നടത്തി. തങ്കമണി വിശ്വദർശന നൃത്തകലാകേന്ദ്രം അവതരിപ്പിച്ച മയിലാട്ടം, പുരാണ തെയ്യാവേഷങ്ങൾ, കാവടി, ഗോപികാവേഷങ്ങൾ, നിശ്ചലദൃശ്യങ്ങൾ, ശിങ്കാരിമേളം എന്നിവ താലപ്പൊലി ഘോഷയാത്രയ്ക്ക് മിഴിവേകി. അഖില ഭാരത അയ്യപ്പ സേവാ സംഘം അറക്കുളം ശാഖാ കൺവീനർ ബിനു വിജയൻ പാമ്പൂരിക്കൽ, പ്രസിഡന്റ് MR അയ്യപ്പൻ നായർ മണ്ഡപത്തിൽ, സെക്രട്ടറി KN ശാന്തപ്പൻ നായർ ഒഴികയിൽ എന്നിവർ നേതൃത്വം നൽകി. ഹലോ എടാ ഈ ഷാജിക്കടയുടെ അവിടെ വരെ എത്തിയോ? എതിർവാക്കുകളായി മറുവാക്കുകളായി അവരാമൂർത്തികൾ രണ്ടും ഗൗരി ശങ്കര ശരണം. തർക്കം മൂത്തവരണം തുടങ്ങി കാലം കണ്ടു നടുങ്ങി പാർവതി ശങ്കര ശരണം. ശംഭോ ശങ്കര ശംഭോ ശങ്കര ശിവ ശിവ ശങ്കര ശംഭോ. കാരിക്കോട് ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണിക്ക് കൊടിയേറി. ക്ഷേത്രം വെളിച്ചപ്പാട് കൊടിയേറ്റ് നിർവഹിച്ചു. മാർച്ച് 4 വരെയാണ് കുംഭഭരണി മഹോത്സവം.
ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറയൻചാലിൽ ജുവല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. സ്വർണം ഗ്രാമിന് 2800 രൂപ, വെള്ളി ഗ്രാമിന് 47 രൂപ. റബ്ബർ വില നിലവാരം. റബ്ബർ RSS 4 കിലോഗ്രാമിന് 157 രൂപ. റബ്ബർ RSS 5 കിലോഗ്രാമിന് 147 രൂപ. ഇനി ഇന്നത്തെ താപനില. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. ഇനി വീട്ടമ്മമാർക്ക് വേണ്ടി. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ സീതാലയം കുടുംബസംഗമവും സെമിനാറും നടത്തി. PJ ജോസഫ് MLA പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ പാലാ റോഡിൽ നടുക്കണ്ടം ജംഗ്ഷന് സമീപത്ത് വർഷങ്ങളായി നിന്നിരുന്ന മരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചുമാറ്റിയതിനെതിരെ നാട്ടുകാർ പരാതിയുമായി രംഗത്ത്. ഇടവെട്ടിയിൽ രാത്രികാലങ്ങളിൽ മോഷ്ടാക്കളുടെ ശല്യം വർദ്ധിച്ചതായി പരാതി. കഴിഞ്ഞ കുറെ നാളുകളായി ഇടവെട്ടിയിൽ രാത്രികാലങ്ങളിൽ മോഷ്ടാക്കൾ വീടുകളിൽ കയറി മോഷണം നടത്തുന്നത് പതിവായിട്ടുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. പന്നിമറ്റം സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ പരിശുദ്ധ ലൂർദ് മാതാവിന്റെ നാമത്തിൽ പണി കഴിപ്പിച്ച ഗ്രോട്ടോയുടെ വെഞ്ചരിപ്പും തിരുനാൾ നടന്നു. ഗ്രോട്ടോയുടെ വെഞ്ചരിപ്പ് കർമ്മം കോതമംഗലം രൂപതാ മെത്രാൻ മാർ ജോർജ് മടത്തിക്കണ്ടം നിർവഹിച്ചു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.